നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ജനാധിപത്യ രാജ്യങ്ങളാണ്. മാത്രമല്ല ഈ രാജ്യങ്ങളെ നമ്മുടെ ഇന്ത്യയുമൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ സോക്കോൾഡ് മാപ്രകൾ പറയുന്നത് എന്താ, അവർ വളരെ നവോത്ഥാനമുള്ള പുരോഗമനമുള്ള അല്ലെങ്കിൽ ആധുനിക മനുഷ്യരൊക്കെ ജീവിക്കുന്ന രാജ്യമാണ് എന്നാണ്. നമ്മുടെ രാജ്യം ഇനിയും ആ ലെവലിലേക്കൊക്കെ വരാനുണ്ടെന്നാണ് ഇവർ പൊതുവെ പറയാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഈ രാജ്യങ്ങളിൽ അവിടെ ജനങ്ങളാണ് വോട്ടെടുപ്പിലൂടെ അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത് ഭരണം ഏൽപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കയിലാവട്ടെ ഇംഗ്ലണ്ടിലാവട്ടെ അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ തൊട്ടുകൊണ്ടാണ്. നമുക്കറിയാം, ട്രംപ് ആണെങ്കിലും ഒബാമ ആണെങ്കിലും അതിന് മുമ്പുള്ള ആളാണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിളിൽ തൊട്ടുകൊണ്ടാണ്. ഇനി ഇംഗ്ലണ്ടിലും സമാനമായ സംഗതി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഋഷി സുനക് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷേ ഇവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്താലും അവിടെ ആരും അതിനെതിരെ ഒരു പ്രതിഷേധവും നടത്തുന്നില്ല എന്നതാണ്. അതിനർത്ഥം അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ അവിടെ പൗരന്മാരായിട്ടുള്ളത്? അല്ലല്ലോ. അവിടെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ട് അവിടുത്തെ പൗരന്മാരായിട്ട് തന്നെ. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുമുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താലും അവിടെ പ്രതിപക്ഷ കക്ഷിയെന്നോ ഭരണപക്ഷ കക്ഷിയെന്നോ വ്യത്യാസമില്ലാതെ ആരും അതിനെ എതിർക്കാറില്ല. അതവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രമല്ല, അതവർ ഏതാണ്ട് ദശകങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ട് പിന്തുടർന്ന് വരുന്ന അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ അവിടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യ, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള വിമാന സർവീസിൻ്റെ പേര് ഗരുഡ എന്നാണ്. അവരുടെ നോട്ടിൽ ഗണപതിയുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന ആ പ്രത്യേക 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ആ സംവിധാനങ്ങൾക്ക് അവർ ഇട്ടിരിക്കുന്ന പേര് കൈലാസമെന്നും അതേപോലെ തന്നെ വൈകുണ്ഠമെന്നും മധുര എന്നൊക്കെയാണ്. അപ്പോൾ ഓർക്കും ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ഹിന്ദു മതത്തിലോട് അല്ലെങ്കിൽ അവിടുത്തെ ആ ദേവീദേവന്മാരോടുള്ള വിശ്വാസം കൊണ്ടും മറ്റൊന്നും ചെയ്യുന്നതല്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു. അവിടെ മതം മാറി മുസ്ലിം ഭൂരിപക്ഷമായിട്ടും അവർ പക്ഷേ ഇത് അല്ലെങ്കിൽ മാറ്റാൻ തയ്യാറായില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അത് വളരെ അപൂർവമാണ്. സാധാരണ രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളെല്ലാം ഇവരെവിടെയെങ്കിലും അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ സംഗതികളും അവർ നശിപ്പിക്കുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ അത് ശരിയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം. ഇന്തോനേഷ്യ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയുണ്ട്, 1000 പേരോളം ഹിന്ദു മതത്തിലേക്ക് തിരിച്ചുപോയി അല്ലെങ്കിൽ ആ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അത്രയേറെ അധിനിവേശം അവിടെ ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് വിശ്വാസത്തിൻ്റെ പരമായിട്ട് കൊണ്ട് മാത്രമല്ല, അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതേ കാര്യം നമ്മുടെ ഇന്ത്യ ചെയ്യുമ്പോൾ എന്തൊരു കോലാഹലമാണ് എന്ന് ആലോചിച്ച് നോക്കുക. RSS ഉണ്ടാകുന്നതിന് മുമ്പ്, BJP ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വന്ദേമാതരം എന്ന ഗീതം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പാടിക്കൊണ്ടിരുന്നതാണ്. അതിനെ എതിർത്ത് അതിൻ്റെ വരികൾ മാറ്റണമെന്ന് പറഞ്ഞത് മുഹമ്മദ് അലി ജിന്നയാണ്. അയാൾ പിന്നീട് പാകിസ്ഥാനെന്ന രാജ്യം കിട്ടി, ആ പാകിസ്ഥാനും വാങ്ങി അവിടുത്തെ രാഷ്ട്രപിതാവുമായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. വീണ്ടും എന്താണോ വന്ദേമാതരം അത് മുഴുവൻ രീതിയിൽ പാടേണ്ടതായിരുന്നു. പക്ഷേ കോൺഗ്രസിന് അതിനുള്ള നട്ടലുണ്ടായില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം നരേന്ദ്രമോദിക്ക് അത് നട്ടലുണ്ടായപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായ രീതിയിൽ പാടാൻ വേണ്ടി ഉള്ള നിയമം കൊണ്ടുവന്നു. പക്ഷേ അവിടെ പ്രശ്നമാണ്. ആർക്കാ പ്രശ്നം? ഇവിടെ 14% വരുന്ന കൂട്ടർക്കാണ്. അവരെല്ലാവർക്കും പോലും പ്രശ്നമില്ല. ചില ആളുകളെ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുട്ടിലെഴിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഈ രോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 80% വരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ അവരുടെ വിശ്വാസങ്ങൾ വ്രണപ്പെട്ടാലോ ഇനി അവരവിടെ കിടന്ന് കരഞ്ഞു കൂവിയാലോ ഇവർക്കത് പ്രശ്നമില്ല. ഈ 14% തൃപ്തിപ്പെടുത്തണം. അതാണ് അവർക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഇവിടെ ഇത് ചൊല്ലിയാൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവിടെ ലക്ഷ്മിയെയോ സരസ്വതിയെയോ അല്ലെങ്കിൽ ദുർഗയോ പ്രാർത്ഥിക്കാനോ വണങ്ങാനോ അല്ല അവിടെ ആവശ്യപ്പെടുന്നത്. ഇവരെ പോലെയൊക്കെയാണ് ഈ ഭാരത മാതാവ്, അതായത് 1000 കയ്യിൽ ആയുധമേന്തിയ ദുർഗയെ പോലെ നീ എന്ന് ഭാരതമാതാവിനെയാണ് പറയുന്നത്. ശരിക്കും ഇത് പോരാടാനുള്ള ആ വീര്യം പകർന്നു കൊടുക്കുന്ന ഒരു ഗാനമായിട്ടാണ് അന്ന് അതിനെ കണക്കാക്കുകയും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്നത് നിരോധിക്കുകയും ചെയ്തത്. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് അതിൽ ഈ മുസ്ലിങ്ങൾക്ക് ഹറാമായിട്ടുള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവരത് നിരോധിച്ചത്. കാരണം ഈ ഗാനം പ്രശ്നമാണ്. ഈ ഗാനം എല്ലാവരും ചൊല്ലിയാൽ അവർ നമുക്കെതിരെ ആയുധമെടുക്കും എന്ന തിരിച്ചറിവിലാണ് അവരത് നിരോധിച്ചത്. അതേ കാര്യം ഇന്നിപ്പോൾ ഇവർ നിരോധിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ചൊല്ലത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ ബ്രിട്ടീഷുകാരുടെ വശത്ത് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മളെക്കാൾ എന്താ പറയുക സാക്ഷരത കൊണ്ടും നവോത്ഥാനം കൊണ്ടും പ്രബുദ്ധത കൊണ്ടും ആധുനികത കൊണ്ടുമൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ അവിടുത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവരുടെ വിശ്വാസമനുസരിച്ചും സംസ്കാരമനുസരിച്ചും ബൈബിളിൽ തൊട്ടാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലുമില്ല. ഇവിടുത്തെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭഗവത്ഗീത വെച്ചിട്ടൊന്നുമല്ല.
നമുക്ക് ആ സമയത്ത് നമ്മുടെ ഭരണഘടനയാണ് എല്ലാത്തിലും ഉപരിയായിട്ട് കാണുന്നത്. അത് മുന്നിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവിടെ അതുപോലെ എങ്ങാനും ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ വലിയ മതേതരമാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളിൽ മാത്രം അതായത് ഹൈന്ദവ വികാരം വ്രണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൈന്ദവരിൽ ഒരു കൂട്ടർ പശുവിനെ ഗോമാതാവായിട്ട് കാണുന്നുണ്ട് വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ. അതിനാൽ അവരുടെ മതവികാരം വ്രണപ്പെടേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയാണ് പല സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനം കൊണ്ടുവന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ഈ കാലത്ത് പോലും എങ്കിൽ വ്രണപ്പെടട്ടെ എന്ന് വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ബീഫ് ഫെസ്റ്റിവൽ വരെ നടത്തിയിട്ടുണ്ട് ഒരു കൂട്ടർ. അതായത് ആ ഭൂരിപക്ഷത്തിൻ്റെ മതവികാരം വിശ്വാസം വ്രണപ്പെട്ടാൽ അങ്ങോട്ട് പെടട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ 14% അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ രീതിയിലേക്കാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ജനങ്ങളെ ഇവിടെ വിഭാഗീയതമായി ഈ മുറിച്ചു മാറ്റി രണ്ടാക്കാൻ നോക്കുന്നത് എന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഇവിടെ നിരന്തരം ചെയ്യുന്നത്. ഈ ഒരു ഗീതം എല്ലാവരും കൂടെ ഒന്നിച്ച് ചൊല്ലുമ്പോഴാണോ അത് ഒരു ഒത്തൊരുമയാവുന്നത്? ഞങ്ങൾ കുറച്ച് പേർ ചെല്ലില്ല എന്ന് പറയുകയും വേറെ കുറേ പേർ ചെല്ലുകയും ചെയ്യുമ്പോഴാണോ രണ്ടായിട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ വിവേചന ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാൽ മതി. മറിച്ച് അത് എല്ലാവരും കൂടെയാണ് ചൊല്ലുന്നതെങ്കിൽ, വിവാദമില്ലെങ്കിൽ, പിന്നെ അതിലും വലിയ ഒത്തൊരുമ എന്താണുള്ളത്?